Hello friends, welcome to the coffee mug. ഇന്ന് ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം ഉപയോഗിച്ച് ഒരു പലഹാരം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്കാണിത്. ബനാന റോൾസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏത്തക്ക റോൾസ് ഉണ്ടാക്കുന്നതിനായി ഞാൻ 5 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങുവാൻ വേണ്ടി മുറിച്ചെടുക്കാം. ഇവ ഏകദേശം 650 ഗ്രാമോളം വരും കേട്ടോ. പഴം എപ്പോഴും ഒരു ഇടത്തരം പഴുപ്പുള്ളതായിരിക്കണം. ഇത് പുഴുങ്ങുവാനായി ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം പഴങ്ങൾ വെച്ച് കൊടുക്കാം. സ്റ്റീമറിന് പകരം പ്രഷർ കുക്കറോ അപ്പച്ചെമ്പോ ഉപയോഗിച്ചാലും മതി. ഇത് പുഴുങ്ങുമ്പോൾ കൂടുതൽ വെന്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പഴങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സൈഡിലുള്ള നാരുകളൊക്കെ എടുത്തു കളയാം. അതിനുശേഷം അകത്തുള്ള കായും നാരും കൂടി എടുത്തു കളയണം. എന്നിട്ട് ഒരു മാഷറോ ഫോർക്കോ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായി കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇത് ചെയ്യേണ്ടത് പഴം ചെറു ചൂടുള്ളപ്പോഴാണ് കേട്ടോ. അടുത്തതായി ഇതിനാവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കണം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് നുറുക്കിയതും ചേർത്ത് ചെറുതായി ഒന്ന് കളർ മാറാൻ തുടങ്ങുന്നവരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർക്കാം. മുന്തിരിയെല്ലാം നന്നായി വീർത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിളക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിളക്കി തീ ഓഫ് ചെയ്യാം. ഏത്തക്ക റോൾസിനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾസ് റെഡിയാക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ പുരട്ടുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പഴം എടുത്ത് ഉരുളിയാക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായി കനം കുറച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി സൈഡുകൾ ഒട്ടിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം.
അതിനുശേഷം ഇത് അരിപ്പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സാധാ കുത്തിരി വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിനു പകരം റൊട്ടിപ്പൊടിയാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ റോൾസിൻ്റെ പുറം ഭാഗം എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ക്രിസ്പിയായി കിട്ടും. ഞാനിവിടെ റോൾസ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഇത് പകുതി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്നാക്കിന്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോൾസ് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിഷ്യൂ വിരിച്ച പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളവയും കൂടി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തക്ക റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്